പ്രേക്ഷക ലക്ഷങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം അളിയൻസ് ഇനി തിങ്കൾ മുതൽ വെള്ളി വരെ ഉണ്ടായിരിക്കുന്നതാണ്. പേടിച്ചുപോയി. ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടല്ലേ. സാധാരണ ഇവിടെ കൊണ്ടുവന്നല്ലേ ഇടാറ്. ഇവിടെ കൊണ്ടുവന്നാണ് ഇടേണ്ടത്. അത് ഒന്നല്ലെങ്കിൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നീക്കണം, അല്ലെങ്കിൽ ഒരു കുഴി കുത്തിയിടണം. ആ കുഴിയിലാ കൊണ്ടുവന്നിട്ടത്. ഈ കുഴിയിൽ ഇനി ഇടണ്ട. ആ കുഴിയിൽ വെള്ളം നിറഞ്ഞിട്ട് എന്തൊരു നാറ്റാന്നറിയാമോ അടുക്കളയിലോട്ട് വരുന്നത്. അത്രക്ക് നാറ്റാണെങ്കിൽ ചേച്ചി കുറച്ച് മണ്ണെണ്ണ വെച്ച് കത്തിച്ചു വിടായിരുന്ന. ആണാ? കൊണ്ടുവന്ന വേസ്റ്റ് കത്തിക്കില്ലല്ലോ എന്റെ പണി. നീ അത് വാരിക്കൊണ്ട് പോയിക്കേ. വാരിക്കൊണ്ട് ഞാനെങ്ങോട്ട് പോരാ. ഇന്നിപ്പോ ഇട്ടതിട്ടില്ലേ, ഇനി ഇടാതെ നോക്കാം. തോന്നിയാസം കാണിച്ചിട്ട് അവളെ അഹങ്കാരം പറയണ കേട്ടോ. ചേച്ചി എന്തിനാ ഇത്ര നിസ്സാര കാര്യത്തിന് ആളറിയാതെ പെരുമാറുന്നത്? ചേച്ചിയാണ് സാമർത്ഥ്യമായിട്ട് സംസാരിക്കുന്നത്. ഞാനാണോ അല്ലയോ എന്നുള്ളത് നീ അടുക്കള കയറി നിന്ന് നോക്കി. എന്തൊരു നാറ്റാ വരുന്നേന്ന്. അവിടെ നിക്കാൻ പറ്റണില്ലല്ലോ ലില്ലി. ഇത് അതൊന്നും കൊണ്ടല്ല. ഇന്നലെ ഞാൻ ചേച്ചിയോട് റേഷൻ കട വരാത്തതിന്റെ കയറുമല്ലേ ചേച്ചിക്ക്. പിന്നെ ലില്ലി റേഷൻ കടയിൽ വന്നില്ലെങ്കിൽ പിന്നെ തങ്കത്തിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ പറ്റൂലല്ലോ. നീ എവിടെ വന്നില്ലെങ്കിലും എനിക്ക് ഒരു ചുക്കുമില്ല. ചേച്ചി കിടന്ന് അധികം തുള്ളണ്ട. ഇന്നിപ്പോ ഇട്ടതിട്ട് നാളെ ഇടാതെ നോക്കാം. കണ്ടാ? അപ്പൊ മനസ്സിലായി റേഷൻ കടയിൽ വരാതിരുന്നത് മോശമാണെന്ന്. ഇനി ഇവിടെ ഒരു കാര്യത്തിനും ഞാൻ നിൽക്കൂല. ഇറങ്ങിയേട്ടൻ. ഏട്ടനെ ഇറങ്ങാൻ വരട്ടെ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് വേസ്റ്റ് ഇടാനായിട്ട് വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് താഴേട്ടെ. ഞാൻ വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട് സാധാരണ ഇടുന്ന സ്ഥലത്തോട്ട് പോയി. അപ്പൊ അവിടെ ഇടാൻ പറ്റത്തില്ലെന്ന്. ആരായിരിക്കും സാധാരണ പറയുന്നത്? നിങ്ങളുടെ പുന്നാര പെങ്ങള്. എനിക്കറിയാൻ പാടില്ല. അവിടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണം വരും. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടുക, അല്ലെങ്കിൽ അവിടുന്ന് വാരിക്കൊണ്ട് ഞാൻ പോവാൻ. ഞാൻ വാരിക്കൊണ്ട് പോയിട്ട് എവിടെ കൊണ്ടിടാനാ? ഈ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ടാ മതിയോ? അല്ലെങ്കിൽ ചേച്ചിയുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ട് കൊടുക്കാം. പറയാൻ പിന്നെ കാര്യം എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇന്നലെ എന്നെ റേഷൻ കടയിൽ പോകാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പൊ ഇവിടെ എനിക്ക് നല്ല ജോലി തിരക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞു. അതിന്റെ കയറുവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാ മാസം ഞാൻ ചേച്ചിയുടെ കൂടെ പോണതല്ലേ. ഒരു മാസം ചേച്ചിക്ക് ഒറ്റയ്ക്ക് പോയാലെന്താ? ഇപ്പൊ ഞാൻ വേസ്റ്റ് അവിടെ കൊണ്ടിടും. അവിടെ അടുക്കള നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര മണമാണെന്ന്. എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഈ പച്ചക്കറിയുടെ വേസ്റ്റിനൊക്കെ എന്ത് മണം വരാനാ? എനിക്ക് തോന്നിയൊന്നുമില്ല. ചേച്ചി പറയണ ആ മഴയത്തൊക്കെ ഇട്ട് അവിടെ ഇരുന്നിട്ട് അളിഞ്ഞ് ഭയങ്കര മണം വന്നെന്ന്. പിന്നെ ചേച്ചിക്ക് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് അതങ്ങ് കളഞ്ഞാ പോരെ, പ്രശ്നം തീരത്തില്ലേ? ഏട്ടൻ വന്നേ ഒന്ന് പറഞ്ഞേ. ഇവിടുത്തെ വേസ്റ്റ് പിന്നെ അവൾ എവിടെ കൊണ്ടിടുവെന്ന് ചോദിക്കണം. വേറെ കുഴി കുത്തി ഞാൻ കൊണ്ടിടാൻ. ചോദിക്കണം. വാ, ഞാൻ വേറൊരു പൊതുവായിട്ടൊരു തത്വം പറയട്ടെ. തത്വം പറയാം. ഈ അമ്മായി അമ്മ മരുമകൾ ഇവരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച ഒരു പോലീസുകാരനോ ഒരു കോടതിയോ ലോകത്തുണ്ടായിട്ടില്ല. അത് എങ്ങനെ പരിഹരിക്കണമെന്നൊരു പാഠ്യപദ്ധതി തയ്യാറാക്കാനായിട്ടൊരു ചർച്ചയുണ്ട് പോലീസുകാർക്കിടയിൽ. അതല്ലാതെ ഞാൻ ഇത്രയും പ്രശ്നം ഈ തത്വം പറയണ്ട വല്ല കാര്യം ഉണ്ടായിട്ടാ? ഞാനൊരു കാര്യം പറഞ്ഞാ, ഞാനിപ്പോ വന്ന് നിന്റെ കൂടെ അവിടെ രണ്ട് വഴക്ക് പറഞ്ഞു. പ്രശ്നം തീർത്താൽ മതിയല്ലേ? അത് മതി. ഉറപ്പാണല്ലേ? ഒരു കാര്യം തിരിച്ച് ഞാൻ വരുമ്പോ അടയും ചക്കരയായിട്ട് രണ്ടും കൂടി ഇരുന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. ഉറപ്പാണ്? അത് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അത് ചിലപ്പോ സാഹചര്യത്തിൽ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പൊ ഈ സാഹചര്യത്തിൽ ഞാൻ പറയാതിരിക്കുന്നില്ലത്. ഏട്ടനോട് പറഞ്ഞ എന്നെ വേണം പറയാൻ. ചെല്ലി പോയേട്ടാ. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഏട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോടുന്നു. നിങ്ങളിതെല്ലാം കൂടെ എവിടെ പോയി? നിങ്ങളെല്ലാരും കൂടി എവിടെ പോയി? ഇതെവിടെ വെച്ചെടുത്ത ഫോട്ടോയാ? ഹലോ. നിനക്ക് 100 ആയുസാട്ടാ. ഞാനിപ്പോ നമ്മുടെ ഗ്രൂപ്പിലൊരു ഫോട്ടോ കണ്ടിട്ട് ഇപ്പൊ മെസ്സേജ് ഇട്ടതേ ഉള്ളു. നിങ്ങൾ എവിടെ പോയി അടി എല്ലാരും കൂടെ? ആണോ? കൊള്ളാട്ടോ. എന്നിട്ടൊരു വാക്ക് പോലും ആരും പറഞ്ഞില്ലല്ലോ. എന്നെ വിടത്തൊന്നുമില്ല. എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു? ആരൊക്കെ ഉണ്ടായിരുന്നു? ഒളിച്ചല്ലേ എല്ലാം കൂടെ. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാനും വരും. എന്നെ വിളിക്കണേ. ഞാൻ ഏട്ടനെ കൊണ്ട് എന്നെ അടുത്ത് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കാം.
അവിടെ മാത്രമേ പോയല്ല നിങ്ങള്? ആണാ? ആ ഞാൻ വിളിക്കാടി ആൻസി, ആരോ വന്ന്. ആഹാ ഇപ്പൊ വിളിക്കാം. ആരാ? മനസ്സിലായില്ല? 10ാം ക്ലാസ് A ഡിവിഷൻ, ഫസ്റ്റ് ബെഞ്ച്, ഫസ്റ്റ് കുട്ടി, പച്ചപ്പാവാട യൂണിഫോം, വെള്ള ഷർട്ട്, 2 സൈഡിൽ മുടി കെട്ടേക്കണം, അസംബ്ലിക്ക് 3ാം സ്ഥാനത്ത്, പേര് ലില്ലി. അത് ഞാനാ? ചേട്ടൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അതേ ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ച്, ലാസ്റ്റ് കുട്ടി, അസംബ്ലിക്ക് നിന്നിട്ടില്ല, യൂണിഫോം ഇല്ലായിരുന്നു. പേര് റോണി തങ്കച്ചൻ. അയ്യോ, റോണി എല്ലാ ക്ലാസ്സിലും തോറ്റു കിടന്ന പൂവാല റോണിയല്ലേ? ആ റോണിയല്ലേ? ആ വാ. അയ്യോ, ഒട്ടും മനസ്സിലായില്ല. വെറുതെ വെച്ച് കയറണോ എടുത്തുപോലെ വെച്ച് കയറണോ? വെറുതെ വെച്ച് കയറാൻ ഞാൻ കെട്ടിക്കയറി വരുമല്ലോ. ഒട്ടും എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട്. ഇരിക്കൂടെ ലില്ലി? ആ പഴയ യൂണിഫോമിൽ നിന്ന് ചുരിദാറിലേക്ക് വന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ലില്ലിയുടെ ആ രൂപത്തിനും സൗന്ദര്യത്തിനും ആ ചിരിക്കും ഒന്നും ഒരു മാറ്റമല്ല. എവർഗ്രീൻ സുന്ദരി എന്നൊക്കെ പറയില്ലേ നമ്മുടെ മഞ്ജുവാര്യരെ പോലെയൊക്കെ, അതുപോലെ തന്നെ എനിക്ക് വല്ല മാറ്റമുണ്ടോ? റോണിക്ക് താടിയും മുടിയൊക്കെ വളർത്തിരിക്കുന്നോണ്ട് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പക്ഷെ സ്വഭാവം ഇപ്പോഴും മടത്ത പോലെ തന്നെ, പെണ്ണുങ്ങളെ കാണുമ്പോൾ. അല്ല അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ ആൺപെൺ വ്യത്യാസമില്ല, എല്ലാവരോടും വളരെ ചിരിച്ചു കളിച്ചാണ് സംസാരിക്കുന്നത്. പെണ്ണുങ്ങളുടെ ഒക്കെ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു എല്ലാവരും റോണി നാട്ടിൽ വന്നിട്ടുണ്ടെന്ന്. ആണോ? എല്ലാവർക്കും ഞാൻ എന്ന് പറഞ്ഞൊരു ഹര അറിയാലോ. പിന്നെ തിരക്ക് പിടിച്ച ലൈഫല്ലേ, സ്റ്റാർ ഹോട്ടലിൽ നിന്ന് സ്റ്റാർ ഹോട്ടലിലേക്ക് ഗൾഫിലെ ഫ്ലൈറ്റിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷെഫല്ലേ. അറബി പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മസ്താൻ റോണി മസ്താൻ. അതെ, കോടിക്കണക്കിന് സമ്പാദിച്ചു, പക്ഷെ മനസ്സിനറിയുള്ള ആളെ കിട്ടില്ല. ലില്ലിയെ പോലെ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ലില്ലിയെ പോലെ ക്യൂട്ടായിട്ടൊരു സുന്ദരി കുട്ടിയെ കിട്ടിയില്ല. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ എല്ലാരും ഉണ്ട്. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഏട്ടൻ സ്റ്റേഷനിൽ പോയി. അല്ലല്ല, വരട്ടെ വന്നിട്ട് കണ്ടിട്ട് പോകണം. അല്ല, ഏട്ടൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് വൈകും. അതുമല്ല ഞാനിപ്പോ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടേ, അവിടെ പോവാനായിട്ട് നിൽക്കുമായിരുന്നു. പഴയ ഡാൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? അതാണ് ബോഡി ഇത്ര കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ വീട്ടിലൊരാൾ കയറി വന്ന ചായ തരാനുള്ള ഒരു മര്യാദ വേണ്ടേ? അയ്യോ, പഞ്ചസാര ഇല്ല. എന്തൊരു പഞ്ചസാര? എന്റെ ലില്ലി എന്നെ ഒരു പഞ്ചാര കട്ടിയല്ലേ? പഞ്ചസാര അപ്പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, ചേച്ചിയുടെ അടുത്ത്. അല്ല വേണ്ട, നമുക്ക് ആ സമയം കളയാം, നമുക്ക് സംസാരിക്കാം. വേണ്ട, അപ്പുറത്ത് ചേച്ചിയുണ്ട്, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഇവിടെ ഇരിക്കും, ഞാൻ എടുത്തോണ്ട് വരാം പഞ്ചസാര. അല്ല, പഞ്ചസാര വേണമെന്നില്ല. ലില്ലി ചേച്ചി വന്നേ. എന്തുപറ്റി നിനക്ക്? അവിടെ ഒരാള് വന്നിരിക്കുന്നു. ആര്? ചേച്ചി, റോണി ഇല്ലേ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു പൂവാലൻ? എല്ലാരും പൂവാലൻ റോണി എന്ന് വിളിക്കത്തില്ലായിരുന്നു? അയാള് വന്നേക്കുന്ന ചേച്ചി. അവനെതിനെ അവിടെ വന്നിരിക്കണോ? പോകാൻ പറ അവനോട്. അവനെ കണ്ട് പോണ ലക്ഷണമില്ലേ ചേച്ചി? ചേച്ചി ഒന്ന് വന്നേ. ഞാനൊന്നുമില്ല, ചെറുത്താൻ എനിക്ക് ഇഷ്ടമല്ല. അവൻ പണ്ട് എനിക്ക് ലവ് ലെറ്റർ വന്നിട്ടുണ്ടെടി. ശരിയാണ് ചേച്ചി. അവന് വല്ലാത്ത അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ എടുക്കണ ചേച്ചി, എനിക്ക് പേടിയാണ്. വന്നേ, വാ. സ്വാതന്ത്ര്യം എടുക്കണോ? എന്ത് ചെയ്ത്? അവൻ ഇങ്ങനെയൊക്കെ തൊടാനൊക്കെ പോയി ചേച്ചി. വന്നേ, തീർത്ത് തരാം. അന്ന് കൊടുക്കാൻ പറ്റാത്ത ഇന്നും കൊടുത്തേക്കാം. പോയെന്ന് തോന്നണേ ചേച്ചി. നന്നായി. ഇവനെയൊക്കെ ഇപ്പോൾ ഉള്ളൊരു ആട്ടാട്ടി വിടേണ്ട കാര്യമുള്ളൂ. പോയിട്ടുണ്ടാവൂടി. തങ്കം അല്ലേ? തങ്കം അല്ലേന്ന്? അതെ, തങ്കം അല്ലേ? പണ്ട് ഓർമ്മയുണ്ടോ സ്കൂളിൽ പഠിച്ചതൊക്കെ?
എന്നെ ഓർമ്മ എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ട് എന്ന് പറയാ, ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറയാ. എന്താണ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. തങ്കത്തിന് ഓർമ്മയുണ്ട്. റോണി റോണി തങ്കത്തിന് ഓർമ്മയുണ്ട്. ലില്ലിക്കാണ് എന്നെ ഓർമ്മയില്ലാത്തത്. പെട്ടെന്ന് താടി മുടിയൊക്കെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ. പക്ഷെ എത്ര മാറിയാലും തങ്കം എന്നെ മറന്നില്ല അല്ല തങ്കം? അല്ലേന്ന് അതെ ആണോ? ആ ഓക്കെ. പുറത്തിരിക്കായിരുന്നു. എന്തിനാ? ചൂടാ ഇവിടെ. എനിക്ക് സഹിക്കാവുന്നുള്ളൂ. അല്ല ലില്ലി, ലില്ലി ചായ ഇടാൻ പഞ്ചസാരക്ക് പോയതല്ലേ? പഞ്ചസാര എവിടെ? അത് റോണി, പഞ്ചസാര ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അത് ഓർത്തത്. ഇവിടെ ഉണ്ട്, പഞ്ചസാര ഉണ്ട്. ഉണ്ട്. ആ വേർക്കുന്നുണ്ടല്ലോ. തുടച്ചോളൂ. എന്നാ ചായ ഇട്. അല്ല നിക്ക, രണ്ടുപേരും കൂടെ അവിടെ പോകണം. ചായ എടുക്കാൻ ഞാൻ ഒരു ചായയല്ലേ ചോദിച്ചേ. നിങ്ങൾ രണ്ടുപേരും പോയാ 2 ചായ എടുക്കണ്ടേ? 2 ചായ ഞാൻ പോയിട്ട് വരാം. ലില്ലി പോ, തങ്ക ഇവിടെ നിൽക്ക. തങ്ക ഇവിടെ നിൽക്ക. തനിക്ക് ആരോടോ ഈ പേരിട്ട്? തനിക്കാരാ ഈ പേരിട്ടെന്ന്? അമ്മ അച്ഛനുമാ. ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു അച്ഛനും അമ്മയും സൂപ്പറല്ലേ തങ്കം? ആ പണ്ടത്തെ മാറ്റ് ഒരംശം പോലും കുറഞ്ഞിട്ടില്ല, അറിയോ? ഒരു കാര്യം പറയട്ടെ, ഒരു സ്ത്രീ സങ്കല്പം എന്ന് വെച്ചാൽ ഏത് പുരുഷനും, അത് ഞങ്ങൾ അറബിയിലേ, ഞങ്ങൾ അറബി പെണ്ണുങ്ങളെ കണ്ട് ശീലിച്ചോണ്ട് പറയാ എന്ന് പറയും പോലെ അറബി സ്ത്രീകളെ പോലെ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ കുലീനത പോലെ, അല്ല കുലീനത പോലെ. പണ്ട് കാലങ്ങളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എൻ്റെ മനസ്സിലെ നിത്യം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന നായികമാരായിരിക്കുമെന്നറിയോ? ശ്രീവിദ്യയും ജയഭാരതിയും. അവരുടെ അതേ അങ്കലാവണ്യം. എന്താണ് പരിഗണന? പക്ഷെ പരിങ്ങമ്പോഴും തങ്കത്തിന് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. തൻ്റെ പേര് തങ്കം, എൻ്റെ ഉള്ളം പങ്കം, തങ്കത്തിനായ ഒരംഗം. അതാണ്. ചിരിച്ചോളൂ ചിരിച്ചോളൂ, അടക്കി പിടിക്കണ്ട. ലില്ലി ഒട്ടും ചായ ഉണ്ടാക്കും അല്ലേ? അടുക്കള പണിക്ക് ഭയങ്കര സ്പീഡാണ്. ചില സാഹചര്യങ്ങളിൽ പെട്ടെന്നുണ്ട്. അവിടെ ഇരുന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. അല്ല കഴിക്കാൻ എടുക്കാം. എടുക്കാം. വേണ്ട. ചേച്ചി, ഞാൻ പേടിച്ചിട്ടാണ് ചേച്ചിയുടെ അടുത്തോട്ട് വന്നത്. ഇപ്പൊ ചേച്ചി പേടിച്ച് കണ്ണും തള്ളി ഇങ്ങനെ നിക്കുവാണ്. പേടിയല്ലടി, എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ലാത്തൊരു ഇതാ. എന്തിനാ ഏട്ടനെ വിളിച്ചാലോ? എന്താ ലില്ലി, ഇങ്ങനെ ഒരുത്ത വീട്ടിൽ കയറി വന്നിട്ട് നമുക്ക് അവനെ ഓടിച്ചു വിടാനുള്ള കഴിവും കൂടി ഇല്ലേ? എനിക്കറിയാൻ പാടില്ല. എങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു വിടാൻ നോക്കാം. വാ. രണ്ടും പേടിച്ചു, ഒട്ടും മനക്കെട്ടില്ല. ക്ലാസ് തരാൻ വന്നാ. തങ്കം എന്തെണ്ണ തേക്കുന്നത്? കാച്ചിയെണ്ണ. കാച്ചിയെണ്ണ കൊള്ളാം. കാച്ചിയെണ്ണതല്ല തങ്കത്തിന് എൻ്റെ ഒരു സുഗന്ധമുണ്ട്. കമ്മല് നല്ല രസമുണ്ട് കേട്ടോ. റോണി അവിടെ പോയിരുന്നു. ഞങ്ങള് അച്ചപ്പോയിട്ട് അങ്ങോട്ട് വരാം. അച്ചപ്പം ഇഷ്ടമാണ്. അച്ചപ്പത്തേക്കാൾ കൂടുതൽ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നതാണ് എനിക്കിഷ്ടം. രണ്ടുപേരും പെട്ടെന്ന് വാ, ഞാൻ വീടൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. രണ്ടുപേരും വാ 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 വാ. എന്ത് ചേച്ചി ഇവിടെ നടക്കുന്നത്? പോയ ചേച്ചി. പോയെന്ന് തോന്നണ്ടേ? എന്റെ മാതാവേ, എന്റെ പൊന്നെ, എന്തൊരു മരണമാണിത്. രക്ഷപ്പെട്ടു. അച്ചപ്പങ്ങ ചേച്ചി. ഇതെന്തിനു പാച്ച? ടെൻഷൻ കയറി എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും ചേച്ചി. ഇത് പക്ഷേ ഉണ്ടല്ലോ, കനകനും ക്ലീറ്റോയും വരുമ്പോഴത്തേനും അവന്റെ കാല് 2 അടിച്ചു പൊട്ടിക്കണം. സൈക്കാണ് ചേച്ചിയാണ്. എനിക്കറിയാൻ പാടില്ലട്ടാ. ഓ, അത് ഇച്ചിരി സമയം കൂടി പേടിച്ചു പോയി. എന്റെ മുന്നോ അടുക്കളയിൽ എന്താ കാണിച്ചത്?
ഹായ് ഗേൾസ്, എന്താ മുഖത്തൊരു പരിഭവം? അവിടെ നോക്കിയിട്ട് കണ്ടില്ല അപ്പം പോയിന്ന് വിചാരിച്ചു റോണി. പോയി നോട്ട് ടെൻഷനായല്ലേ? അങ്ങനെ പോവോ ഞാൻ നിങ്ങളിട്ട്? ഇവിടെ വന്ന് ഇരിക്കും ഇവിടെ. എന്താ തങ്കം മടിച്ചു നിൽക്കണം? വന്നിരിക്കും ഇവിടെ. ലില്ലി, ലില്ലിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഞാൻ ആ രഹസ്യം പൊട്ടിക്കുകയാണ്. പണ്ട് ഓണപ്പരീക്ഷയ്ക്ക് മുമ്പ് അല്ലേ തങ്കം, ഒരു റോസാപ്പൂവും 2 മിഠായിയും ഒരു പ്രേമലേഖനവും തങ്കത്തിന് ഞാൻ തന്നു. ഓർമ്മയില്ലേ അതൊന്നും? എനിക്ക് അതിനേക്കാളും ഓർമ്മ ക്ലീറ്റോയും കനകനും കൂടി അതിനു വേണ്ടി റോണിനെ ഓടിച്ചിട്ടതാ. അത് സ്പോർട്സ് ഡേ തന്നെ ഞങ്ങൾ ചുമ്മാ ഓടിയത് മത്സരം ആയിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയില് നമ്മളൊക്കെ മുതിർന്നില്ലേ, ഭർത്താവും കുട്ടികളൊക്കെ ആയി. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒരാൾ ഓടിച്ചു വിടണമെങ്കിൽ കനകന്റെയും ക്ലീറ്റോടെയും ആവശ്യമില്ല. ഞങ്ങള് മാത്രം മതി. നേരം ഓരോടാ നിന്റെ വിചാരം കൂട്ടുകാരനാണെന്ന് വെച്ചിട്ടാണ് വീടിന്റെ അകത്തോട്ട് കയറ്റിയത്. നിങ്ങൾ കാണിക്കുന്നത് കൊന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ചോദിക്കാൻ വരില്ല. അല്പം മര്യാദ കാണിച്ചപ്പോ പെണ്ണുങ്ങളോട് നീ എന്താണ് പെണ്ണുങ്ങളെ പറ്റി വിചാരിച്ചത്? നീ എന്തോടാ വിചാരിച്ചത്? നിന്നോട് ഒലിപ്പിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ടാവും, അവരടുത്ത് പോയി കാണിച്ചാൽ മതി. ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടോ ചേട്ടാ. ഇനി മേലാല് നീ പരിസരത്ത് വന്ന നീ പാചകം ചെയ്യുന്ന കൈയല്ലേ ഇത്? ഇതുകൊണ്ട് നിനക്ക് ചോറ് പോലും ഒരു തിന്നാൻ പറ്റൂല കേട്ടാ. 2 മിനിറ്റ് റെസ്റ്റ് എടുത്താലോ നമുക്ക്? എന്തിനാ റെസ്റ്റ്? നിന്റെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. ചെല്ലി പോടാ. ഓക്കെ. ബൈ ദ വേ ഗേൾസ്, ഇത് നിങ്ങളുടെ ലേഡീസ് ഗ്രൂപ്പിലിട്ട് വൈറലാക്കാൻ നോക്കരുത്. പോയി മോളെ. ഇതെന്താ ചേച്ചി നേരത്തെ ചെയ്യാഞ്ഞത്? ധൈര്യം കൂടി വരണ്ടേ? ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി അവൻ ഒരു വീട്ടിലും ഇങ്ങനെ പോയി കയറരുത്. എനിക്കറിയില്ലടി, എന്നാലും കയ്യിലൊക്കെ പിടിച്ച് മരിച്ചേക്കുന്ന പൊട്ടി. എന്ത് പാടായി പോയി. അങ്ങനെ ഇതുവരെ വന്നിട്ട് നീ അങ്ങനെ പോയ കാനടാ. നീ നോക്ക്, എന്നേക്കാൾ സന്തോഷം. ഡേയ് ആളെ മനസ്സിലായ റോണി തങ്കച്ചേ നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നു. കാലം കുറെ ആയില്ലേ, ചിലപ്പോ ഓർമ്മ കാണില്ല. ഞാൻ പൊക്കട്ടെ. എടാ അങ്ങനെ മറക്കാൻ പറ്റൂ? ബാല്യകാലത്ത് കയറാൻ ആർക്കെങ്കിലും മറക്കുവോ? ഞാൻ വരുമ്പോ ബസ് കയറി പോവാൻ നിൽക്കുന്നു സ്റ്റാൻഡില്. അപ്പൊ ഞാൻ വാടാന്ന് പറഞ്ഞാൽ വരുന്നില്ല. അത്യാവശ്യം എന്ത് അത്യാവശ്യം? പെണ്ണുങ്ങളല്ലേ അച്ചപ്പോട്ടാക്കാനെ കാണും. അങ്ങനെയൊന്നുമില്ല, അവര് നമ്മളിന്ന് അടിച്ചു പൊളിച്ചിട്ടേ പോകുള്ളൂ. നീ കയറി വാ ഇടി. അവൻ വേണ്ടെന്ന് നോക്ക്, പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയല്ലേ. ഞാനാ വരുന്നേ. സാറ് വിളിച്ചപ്പോ ചുമ്മാ വേണ്ട പെങ്ങളെ പെങ്ങന്മാരെ ഒരു ചായ കൂടെ കുടിച്ചിട്ട്